കുഴപ്പമുണ്ടല്ലോ ചേച്ചി. രാവിലെ പോയപ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. നീ വാ ചോദിക്കാം. അച്ഛാ എന്തൊറ്റി? എന്തു പറ്റിയച്ചാ? ഇന്ന് പതിവില്ലാതെ നേരത്തെ ഓഫീസിൽ നിന്ന് വരികയും ചെയ്തു. മൊത്തൊരു ടെൻഷനും. എന്താച്ചാ സുഖമില്ലേ? അതോ നീ ഓഫീസിൽ വല്ല പ്രശ്നം ഉണ്ടായോ? ഓഫീസിൽ പ്രശ്നമൊന്നുമില്ല. ഇന്നലെ ഞാൻ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയായിരുന്നല്ലോ. അപ്പൊ ഫാർമസിയിൽ നിന്ന് മരുന്ന് മേടിക്കാൻ വേണ്ടി പോയപ്പോ എന്നെ ആരും ഫോളോ ചെയ്യണ പോലെ തോന്നി. ആര്? അറിയില്ല. ഇന്ന് ഞാൻ ക്ലയന്റ് മീറ്റിങ്ങിന് പോയപ്പോ അവിടെ എന്നെ ആരും ഫോളോ ചെയ്യണ പോലെ തോന്നി. വെറുതെ തോന്നിയതായിരിക്കും അച്ഛാ. അല്ല, വെറുതെ തോന്നിയതല്ല. എന്റെ പുറകെ ആരും ഉണ്ട്. എനിക്ക് തോന്നുന്നതേ ആ ആവണീനെ സഹായിക്കുന്ന ആരോ ആണെന്നാണ്. എല്ലാവരുടെയും കണ്ണില് ആവണിയുടെ ജോലി കളഞ്ഞ് ഞാനല്ലേ. ആവണിയുടെ ജോലിക്ക് തടസ്സം നിന്നവരുടെയൊക്കെ കൈയും കാലും തല്ലി കളിച്ചെന്നല്ലേ കേട്ടത്. അപ്പൊ എന്നെ അയാള് വെറുതെ വിടുവോ? ഇനി എന്ത് ചെയ്യും അച്ഛാ? അറിയില്ല. എത്ര നാള് വീട്ടിൽ കയറി ഇരിക്കാൻ പറ്റും? ചിലപ്പോ ഇത്ര നാൾ ആവണിയെ ദ്രോഹിച്ചതിന് കിട്ടാൻ പോകുന്ന ശിക്ഷയായിരിക്കും. അച്ഛൻ നിരപരാധിയല്ലേ? അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതിനാകെ നിങ്ങൾ രണ്ടാളും മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. ആവണി വിശ്വസിക്കുന്നില്ലല്ലോ. അച്ഛൻ നീ തൽക്കാലം പുറത്തേക്ക് ഇറങ്ങണ്ട. പോണം. എനിക്കറിയണം അതാരാണെന്ന്. അങ്ങനെ അയാളുടെ കൈകൊണ്ട് മരിക്കാനാണെങ്കിൽ മരിക്കട്ടെ. അങ്ങനെയെങ്കിലും ആവണി വിശ്വസിക്കുമല്ലോ ഇതൊന്നും ചെയ്തത് ഞാനല്ല. അച്ഛനൊന്നും ചുമ്മാ ഇരിക്കച്ചാ. വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് പറയാതെ. അച്ഛനൊന്നും സംഭവിക്കില്ല.